എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. ചാത്തന്നൂർ ചേമ്പ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ വീണ്ടും പ്രതിഷേധം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടിയുള്ള കുത്തിയിരിപ്പ് സമരത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. തിരുമറ്റക്കോട് ചാത്തന്നൂർ ചേമ്പ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും രണ്ടാംഘട്ട കുത്തിയിരിപ്പ് സമരം തുടങ്ങി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചാത്തന്നൂർ സെന്ററിൽ നിന്ന് ക്വാറിയുടെ മുന്നിലേക്ക് ജാഥ പുറപ്പെട്ടു. നാഗലശ്ശേരി, തിരുമറ്റക്കോട് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ആദ്യഘട്ട സമരത്തിൽ പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്ന ക്വാറി വിരുദ്ധ സമരം വീണ്ടും ശക്തിപ്പെടുത്താൻ ജനകീയ സമരസമിതി തീരുമാനിച്ചത്. ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന ചേമ്പ്ര ക്വാറിക്കെതിരെ ജനകീയ സമരസമിതി കുടിൽ കെട്ടി ആദ്യഘട്ടത്തിൽ 132 ദിവസമാണ് സമരം നടത്തിയത്. 2023 മാർച്ച് 31 ശേഷം ക്വാറിക്ക് തുടർ പ്രവർത്തനാനുമതി നൽകാത്തതിനാൽ ക്വാറി തുറന്നു പ്രവർത്തിച്ചിരുന്നില്ല. തുടർന്ന് ജനകീയ സമരസമിതി സമര പരിപാടികൾ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ക്വാറി വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒത്താശയാണ് പഞ്ചായത്ത് റവന്യൂ അധികൃതരിൽ നിന്നും പിന്നീടുണ്ടായതെന്നും സമരസമിതി ആരോപിച്ചു. ചാത്തന്നൂർ വാവന്നൂർ പാതയിലുള്ള എസ്റ്റേറ്റിനു മുന്നിൽ കുടിൽ കെട്ടിയാണ് സമരക്കാർ വീണ്ടും കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഓറിയന്റൽ റോക്ക് പ്രോഡക്റ്റ് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി 2 വർഷത്തോളമായി തുടങ്ങിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം ഞങ്ങളുടെ വീടുകൾക്ക് കല്ലുകൾ വന്ന് വീഴുക, മഴ പെയ്ത വെള്ളം മുഴുവൻ ഞങ്ങളുടെ വീടുകൾക്ക് വരിക. പിന്നെ ഓവർലോഡായിട്ടാണ് ലോറികൾ കംപ്ലീറ്റ് പോണത്. മറ്റുള്ള വണ്ടികൾ വന്ന കാരണം ഞങ്ങൾക്ക് പൊടി കാരണം ഞങ്ങളുടെ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റും. രണ്ടാമത് ഈ സമരം തുടങ്ങിയത് ഇത് ഏത് കാലം വരെ ഈ സമരം തുടരുകയും ചെയ്യും. ഇത് എന്ന് നിർത്തണം അതുവരെ ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവർ ഒരു കാര്യം ചിന്തിച്ചില്ല. ഇത്രയും വലിയൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ ഇത്രയും വീടുകൾ ഈ കുന്നിൻ്റെ 4 ഭാഗമുണ്ട്. ഒരാളെടുത്ത് വന്നിട്ട് ഒരു സർവേ എടുക്കുക, ഇതിവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെന്നോ ഒന്നും ഇവർ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇതറിയാതെ വന്ന ഒരു സ്ഥാപനം തുടങ്ങി. പക്ഷേ ഇത് എല്ലാവർക്കും അപകട ഭീഷണിയാണ്. ഈ സ്കൂൾ ഇവിടെ അടുത്താണ്. സ്കൂൾ തുറക്കുകയായി, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇനി ഇതിലേ വേണം സ്കൂളിൽ പോകണമെങ്കിൽ. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് സർക്കാരുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സ് ആൾക്കാരൊക്കെ. ഭൂമിയുടെ തരം മാറ്റി പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിന് അനധികൃതമായി വീണ്ടും തുടർ ലൈസൻസ് നൽകിയെന്ന് ആരോപിച്ചാണ് ജനകീയ സമരസമിതി രണ്ടാംഘട്ട സമരം തുടങ്ങുന്നതെന്ന് സമരസമിതി കൺവീനർ K. ഗോപിനാഥൻ, ചെയർമാൻ K. രാമചന്ദ്രൻ, രക്ഷാധികാരി M. പ്രദീപ് എന്നിവർ പറഞ്ഞു. ആ നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്തിട്ടാണ് ഇവരിവിടെ ക്വാറി തുടങ്ങിയിരിക്കുന്നത്. അതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒത്താശ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് ഇതിൽ നടപടി സ്വീകരിക്കുന്നത്. ഈ ഭൂമി സംബന്ധിച്ച് ഉള്ള തീരുമാനം പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ ജില്ലാ കളക്ടർ, പട്ടാമ്പി തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, മേലെ ലാൻഡ് ബോർഡ് സെക്രട്ടറി വരെ എല്ലാവർക്കും ഇതിൻ്റെ രേഖകൾ കൊടുത്തതാണ്. പക്ഷെ അതിനുള്ളൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഹൈക്കോടതിയിൽ ഞങ്ങൾ 2 കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് എടുത്തിട്ടില്ല. വീണ്ടും കഴിഞ്ഞ 19-ാം തീയതി എടുത്തിരുന്നു. വീണ്ടും മെയ് 22-ലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കല്ലുകൾ കൊണ്ടുപോകുന്നതാണല്ലോ, വളരെ അപകടകരമായ രീതിയിലാണ് ഇവിടെ കല്ല് കൊണ്ടുപോകുന്നത്. ഇവിടെ വലിയ വണ്ടികൾ ഫുള്ളാക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിലും TV-യിലൊക്കെ കണ്ടതാണല്ലോ ഇവിടെ ഉണ്ടായ അപകടങ്ങളും ആ ഒരു ഡോക്ടർ മരിക്കാനൊക്കെ ഉണ്ട്. അതുപോലെ കല്ല് വീണ് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുട്ടികളും മുതലാളിമാർക്ക് അവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ഒന്നും അറിയാത്ത പാവങ്ങളാവും ചിലപ്പോൾ അതിന് ഇരയാവുക. അതേസമയം ചേമ്പ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറിക്ക് നിയമം അനുശാസിക്കുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും കോടതിയുടെയും അധികൃതരുടെയും പൂർണ്ണാനുമതിയോടെയാണ് ക്വാറി വീണ്ടും പ്രവർത്തിക്കുന്നതെന്നും ക്വാറി ഉടമ ഡോക്ടർ ജോർജ് മാത്യു പറഞ്ഞു. വാർഡംഗം TV ഉണ്ണികൃഷ്ണൻ, CPI സെക്രട്ടറി T. ഹംസ, കൺവീനർ K. ഗോപിനാഥൻ, രക്ഷാധികാരി M. പ്രദീപ്, C. ജയകൃഷ്ണൻ, PP നന്ദൻ, TK ശ്രീകുമാർ, P. മനോജ്, O. രാജൻ, PV ഫിറോസ് എന്നിവർ ജനകീയ സമരസമിതിക്ക് നേതൃത്വം നൽകി.